പണ്ടൊരു വീട്ടിൽ വളരെ പാവപ്പെട്ട ഒരാൾ താമസിച്ചിരുന്നു. അയാൾ സത്യസന്ധനും സൽസ്വഭാവിയുമായിരുന്നു. ഈ ആളുടെ വീടിന് തൊട്ടടുത്ത് വളരെ പണക്കാരനായ ഒരു താമസക്കാരനുണ്ടായിരുന്നു. അയാൾക്ക് താമസിക്കാൻ കൊട്ടാരം പോലെയുള്ള വീടും ധാരാളം പണവും ഉണ്ടായിരുന്നെങ്കിലും അയാൾക്കൊട്ട് സന്തോഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിലെ സന്തോഷം കണ്ടിട്ട് ഇയാൾക്ക് വല്ലാത്ത അസൂയ തോന്നുന്നുണ്ടായിരുന്നു. ഇയാളെ നശിപ്പിക്കാൻ എന്താണ് വഴി എന്ന് ഈ പണക്കാരൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. ഈ പാവപ്പെട്ടവന് ഒരു കളിമൺ പാത്രശാലയിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. ഈ പണക്കാരനായ മനുഷ്യൻ അവിടെ ചെന്ന് ഈ പാവപ്പെട്ടവനായ മനുഷ്യനെ പറ്റി കുറേ അപവാദങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അവിടുത്തെ മുതലാളി പാവപ്പെട്ടവനെ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. പോകാൻ നേരത്തെ കൂലിയായിട്ട് ഒരു വലിയ മൺപാത്രം മാത്രമാണ് അയാൾക്ക് കൊടുത്തത്. അയാളുടെ കയ്യിൽ കുറച്ച് സമ്പാദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ കുറച്ച് കാലം ജീവിച്ചു. പക്ഷേ അയാൾക്കൊരു ജോലി കിട്ടിയില്ല. അയാൾ വല്ലാത്ത ബുദ്ധിമുട്ടിലായി. അവസാനം കയ്യിലെ പണം തീർന്നു. അപ്പോൾ അയാളുടെ ഭാര്യ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു നാണയം എടുത്ത് അയാൾക്ക് കൊടുത്തിട്ട് ഈ മൺപാത്രം കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതും കൊണ്ട് പോയി ഇതിൽ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ടുണ്ട് വാ. അങ്ങനെ ഈ മൺപാത്രത്തിൽ ഈ പണവും ഇട്ടുകൊണ്ട് അയാൾ യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് അയാളുടെ കാല് തെറ്റി വീഴുകയും ഈ നാണയം ഉരുണ്ട് പോവുകയും ചെയ്തു. ഭാഗ്യത്തിന് മൺപാത്രം ഉടഞ്ഞില്ല. അയാളതെടുത്ത് തലയിൽ കമഴ്ത്തി, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ അയാൾ കുറേ ദൂരം ചെന്നപ്പോൾ ഒരു കപ്പൽ കണ്ടു. കടലിനടുത്തൊരു കപ്പൽ അപ്പോൾ യാത്ര പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അവിടെ ഒരു ജോലിക്കാരനെ ആവശ്യമുണ്ടായിരുന്നു. ഈ പാവപ്പെട്ട മനുഷ്യൻ ആ കപ്പലിൽ ചെന്ന് ഒരു ജോലി ചോദിക്കുകയും അപ്പോൾ അയാൾക്ക് ആ കപ്പലിൽ ഒരു ജോലി കൊടുക്കുകയും ചെയ്തു. അയാൾ കപ്പലിൽ കയറി. കപ്പൽ യാത്ര തിരിച്ചു. കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും ഭയങ്കര കാറ്റും മഴയുമായി. കാറ്റിൽ കപ്പൽ ആടി ഉലഞ്ഞു. ആളുകൾ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഈ പാവപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം നിന്നപ്പോൾ എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി കടലിലേക്ക് എടുത്ത് ചാടുന്നത് കണ്ടു. തൻ്റെ ആകെയുള്ള സമ്പാദ്യമായ മൺപാത്രം എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് അയാളും വെള്ളത്തിലേക്ക് ചാടി ഒരു തടിയിൽ പിടിച്ച് പൊങ്ങിക്കിടന്നു. അങ്ങനെ ഒഴുകി അയാളൊരു കരയിൽ ചെന്നു. അപ്പോൾ അയാൾക്ക് പരിചിതമില്ലാത്ത തരം വസ്ത്രങ്ങൾ ധരിച്ച കുറേ ആൾക്കാർ അയാളെ വന്ന് കണ്ടു. അവർ അയാളെ പിടികൂടി അവരുടെ നേതാവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി. നേതാവ് ആദ്യം കണ്ടത് ഇയാളുടെ തലയിലിരുന്ന മൺപാത്രമാണ്. നേതാവ് ആ മൺപാത്രം എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ വെയിൽ കൊള്ളാതിരിക്കാൻ ഉപയോഗിക്കും, ഭക്ഷണം കഴിക്കാനും ഉപയോഗിക്കും. അപ്പോൾ നേതാവ് അത് തലയിൽ വെച്ച് വെയിലിലൂടെ ഒന്ന് നടന്നു നോക്കി. അയാൾക്കത് ഇഷ്ടപ്പെട്ടു. സാധാരണ ഇലയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നേതാവ് ഈ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചു നോക്കിയപ്പോൾ അതും അയാൾക്ക് ഇഷ്ടപ്പെട്ടു. ഇയാളോട് ചോദിച്ചു, എനിക്ക് ഈ പാത്രം തരാമോ? പകരം ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം, നിങ്ങളെ നാട്ടിലെത്തിക്കുകയും ചെയ്യാം. ഈ പാവപ്പെട്ട മനുഷ്യൻ സമ്മതിച്ചു. അങ്ങനെ നേതാവ് ഇയാൾക്കൊരു സഞ്ചി കൊടുത്തിട്ട് ഈ പാത്രം വാങ്ങുകയും അയാളെ നാട്ടിലെത്തിക്കാനുള്ളൊരു വഞ്ചി തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു. വഞ്ചിയിൽ കയറി നാട്ടിലെത്താറായപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി ഈ പാവപ്പെട്ട മനുഷ്യൻ തുറന്നു നോക്കി. അതിൽ നിറയെ രത്നക്കല്ലുകളും സ്വർണ്ണക്കട്ടുകളുമായിരുന്നു. പാവപ്പെട്ട തൻ്റെ അയൽക്കാരൻ പണക്കാരനായി തീർന്നതോടെ ഈ പണക്കാരന് അസൂയ സഹിക്കാൻ വയ്യാതായി. അയാൾ ഇയാളോട് ചെന്ന് കാര്യം തിരക്കുകയും എന്നിട്ട് ഈ ദ്വീപിലേക്ക് ഒരു വഞ്ചി നിറയെ ഭക്ഷണ സാധനങ്ങളുമായി പോവുകയും ചെയ്തു. അവിടെ ചെന്ന നേതാവിനും കൂട്ടാളികൾക്കും ഈ രുചികരമായ ഭക്ഷണം ഇയാൾ വിളമ്പി. അവർ ഇത്ര രുചികരമായ ഭക്ഷണം നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് വലിയ സന്തോഷമായി. പോകാൻ നേരത്ത് ഈ പണക്കാരൻ അവരുടെ സഞ്ചി കൊടുത്തു. അതിലുണ്ടായിരുന്നത് തൻ്റെ അയൽക്കാരൻ ഈ നേതാവിന് കൊടുത്ത മൺപാത്രമായിരുന്നു.